ഫ്ലോ ദി ക്ലാസിക് വർക്ക് ഓൺ ഹൗ ടു അച്ചീവ് ഹാപ്പിനെസ് എന്നൊരു ബുക്കിൽ ഓതർ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഫോക്കസിനെ കുറിച്ചാണത്, അറ്റൻഷൻ സ്പാനിനെ കുറിച്ചാണ്. ആ കോൺസെപ്റ്റിന് ഓതർ നൽകിയിരിക്കുന്ന പേര് ഫ്ലോ സ്റ്റേറ്റ് എന്നാണ്, ഫ്ലോ എന്നാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ടൈമിൽ നമ്മളെ തന്നെ മറന്ന് മുഴുവൻ കോൺസെൻട്രേഷനോട് കൂടിയും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ 100% ഇൻവോൾവ്മെൻറ്റോടുകൂടി ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് അവിടെ അതിൻ്റെ റിസൾട്ട് സംഭവിക്കുന്നു എന്നാണ്. നമ്മൾ പിന്നെ നമ്മൾ പോലും അറിയാതെ നാച്ചുറലായിട്ട് ഇൻവോൾവ് ആയിട്ട് അത് ചെയ്യും. സോ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മോഹൻലാലിനെ എടുക്കാം. മോഹൻലാൽ അഭിനയിക്കുമ്പോൾ നാച്ചുറൽ ആക്ടറാണല്ലോ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ആക്ച്വലി ഫ്ലോ സ്റ്റേറ്റിലാണ് എത്തുന്നത്. മോഹൻലാലിനെ തന്നെ ആക്ച്വലി മറക്കുന്നുണ്ട്. അവിടെ കയ്യിലെ ഓരോ ചലനങ്ങൾ പോലും അത്രയും നാച്ചുറലായിട്ട് അവിടെ സംഭവിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അത്ര നാച്ചുറലായിട്ട് അവിടെ സംഭവിക്കില്ല. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് മുഴുവൻ ഇൻവോൾവ്മെൻറ്റോടുകൂടി അവിടെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന വർക്കിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. അമേരിക്കൻ റൈറ്റർ ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ഞാൻ എഴുതുന്നതിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്. കാരണം ഞാൻ പോലും അറിയാതെ ഞാൻ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഞാൻ അവിടെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ ഞാൻ അറിയുന്നില്ല, ഞാൻ പോലും അറിയാതെ അവിടെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നു എന്ന്. ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, അത് യൂണിവേഴ്സ് തന്നതാണ്, ഞാനല്ല അത് എഴുതിയത്, അതങ്ങ് എന്നിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ. നമ്മളൊരിക്കൽ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായി നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ഉദാഹരണത്തിന് സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരാൾ, അയാൾ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റും നാച്ചുറൽ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. കാരണം പുറത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതൊന്നും അയാൾ അറിയുന്നില്ല. അയാൾ എല്ലാം മറക്കുന്നു. അയാളുടെ കോൺസെൻട്രേഷൻ മൊത്തം നീന്തുന്നതിലായിരിക്കും. അയാൾ അത്രമാത്രമായി ഇൻവോൾവ് ആണ്. അയാൾ ചെയ്യുന്നത് എത്ര നാച്ചുറൽ ആണ്. ഇങ്ങനെ പറയുന്ന ആക്ടേഴ്സിനൊക്കെ നോക്കാം, അവരൊക്കെ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഈ നാച്ചുറലായ ആക്ടിങ്. അല്ലാതെ നമുക്ക് എഫേർട്ട് ഇട്ടിട്ട് കൂടുതൽ ചിന്തിച്ച് ഈ കൈ ഇങ്ങനെ വെക്കണം അങ്ങനെയെന്നൊക്കെ വിചാരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതെത്ര ശ്രദ്ധിച്ചാലും നാച്ചുറൽ ആവില്ല. എവിടേക്കോ ഒരു ചെറിയ കൃത്രിമത്വം നമുക്ക് ഫീൽ ചെയ്യും. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഈ സിനിമയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ക്രിയേറ്റീവായ വർക്ക്സിൽ മാത്രമേ പറ്റൂന്ന്. ഏതൊരാൾക്കും അവരുടെ ജോലിയിൽ ഈ ഫ്ലോ സ്റ്റേറ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനാദ്യം വേണ്ടത് നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. മാക്സിമം അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുക, മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ കഴിയുക. ഒരു സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ, അയാൾക്ക് അതൊരു മിടുക്കായിട്ട് തോന്നും, അതൊരു നല്ല കാര്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അയാളുടെ കഴിവിനെ അത് കുറയ്ക്കും, അയാളുടെ അറ്റൻഷൻ സ്പാൻ അത് കുറയ്ക്കും. 100 കണക്കിന് കുട്ടികൾ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ചില കുട്ടികൾ മൾട്ടി ടാസ്കിങ്ങിൽ അഡിഷനുള്ള കുട്ടികളാണ്. അവര് നോട്ടുകൾ ഇങ്ങനെ എഴുതും, അതിൻ്റെ ഇടയിൽ തന്നെ പോഡ്കാസ്റ്റ് കേൾക്കും, അതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വല്ല പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ കുറേ സമയം പല 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 ജോലികൾ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ്ങിൽ അഡിഷനായ കുറേ കുട്ടികൾ, അവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു. വേറെയും പല പല ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ഈ മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ, കപ്പാസിറ്റി എന്ന് പറയുന്നത് ശരിയല്ല, മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ വേറെ 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 ഗ്രൂപ്പുകളാക്കി തിരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെയൊക്കെ കയ്യിൽ ഒരു സ്ക്രീൻ കൊടുത്തു. ആ സ്ക്രീനിൽ ചുമപ്പും നീലയും ആരോസ് ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഒരു കൃത്യ ടൈം തരാം, ഇതിൻ്റെ ഉള്ളിൽ എത്ര ചുമന്ന ആരോസ് ഉണ്ട്, എത്ര നീല ആരോസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ കുട്ടികളും വളരെ കൂളായി അത് എണ്ണി പറഞ്ഞു കൊടുത്തു. അടുത്തതായിട്ട് അവർക്ക് വീണ്ടും അതേ സ്ക്രീൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ പതിവ് പോലെ തന്നെ ചുമപ്പ് ആൻഡ് നീല, ഈ ആരോസ് എത്ര എണ്ണമെന്ന് എണ്ണാൻ പറഞ്ഞു. അപ്പൊ ചുമപ്പ് ആരോസ് അതിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടിരുന്നു, അതേ എണ്ണം പഴയ എണ്ണം ചുവന്ന ആരോസ്. എന്നാൽ നീല ആരോസിന്റെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇതിൽ ആരോസ് എത്ര ഉണ്ടെന്ന് എണ്ണാൻ. അപ്പൊ ഈ മൾട്ടി ടാസ്കിങ് അഡിഷനായ ഈ കുട്ടികൾക്ക് ചുമപ്പ് ആരോസ് എത്ര ഉണ്ടെന്ന് എണ്ണാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്നാൽ നോർമൽ മൾട്ടി ടാസ്കിങ്ങിൽ അങ്ങനെ അഡീഷൻ ഒന്നും ഇല്ലാത്ത കുട്ടികൾ കൂളായിട്ട് അത് എണ്ണിയത്. അപ്പൊ ഈ ചുമന്ന ആരോസ് എണ്ണാൻ എന്തുകൊണ്ടാണ് ഈ മൾട്ടി ടാസ്കിങ്ങിൽ അഡീഷൻ ഉള്ള കുട്ടികൾക്ക് എണ്ണാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ
അവരെ സംബന്ധിച്ച് അവർ ചുമന്ന ആരോസ് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഫോക്കസ് ഒരാവശ്യമല്ലാതെ അപ്പുറത്തുള്ള നീല ആരോസിലും പോകും. സോ അവർക്ക് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവരുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നുണ്ട്. അപ്പുറത്തുള്ള കാര്യത്തിലോട്ടും ചിന്തിക്കരുത്, ചെയ്യരുത്, ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞ കാര്യത്തിലോട്ടും അവരുടെ ശ്രദ്ധ പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് പഠനത്തിൽ നിന്ന് മനസ്സിലായത്. മറ്റൊരു പഠനം പറയുന്നത് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഒരു 60% വരെ കുറവ് വരുന്നുണ്ടെന്നൊക്കെയാണ്. എങ്ങനെ നോക്കിയാലും മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. സോ എനിക്കടാ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ക്ലാസ്സിലായാലും ജോലി ചെയ്യുകയൊക്കെ ആണെങ്കിലും കുറച്ചു നേരം ശ്രദ്ധിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ്. എന്താണ് ചെയ്യാന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവരെ സംബന്ധിച്ച് അവരോട് പറയുക, ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ജോലി ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്ക് ഫോണൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിലെ വല്ല ഇഷ്യൂസിനൊന്നും ആഹാ എന്നൊക്കെ പറഞ്ഞ് കോമെന്റ് ചെയ്യുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആക്ച്വലി മൾട്ടി ടാസ്കിങ് ആണ്. ഒരു സമയം ഒരാവശ്യമല്ലാതെ ഈ ഫോൺ എടുത്ത് അതിൽ കോമെന്റ് ചെയ്യുന്നു. പല പല ടാസ്കുകൾ അയാളുടെ ബ്രെയിനിന് കൊടുക്കുകയാണ്. സോ ജോലിക്കിടയിൽ, പഠിക്കുന്നതിനിടയിൽ, എന്തിൻ്റെങ്കിലും ഇടയിൽ ഈ ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി അതിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയൊക്കെ നോക്കി കോമെന്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തുക. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനാണ്, ഇതൊരു സാധാരണ ശീലമല്ലേ എന്നൊക്കെ. പക്ഷെ ഇത് ആക്ച്വലി നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. എപ്പോഴാണ് നമുക്ക് അറ്റൻഷൻ സ്പാൻ കൂട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം. സോ ജോലി ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാം. ജോലി എന്ന ആ എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്, വലിയ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണോ, ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞതാണോ എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് കുറയ്ക്കുക. 2 തരം ഡിസ്ട്രാക്ഷൻസ് ആണുള്ളത്, ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസും എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസും. ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഡിസ്ട്രാക്ഷൻസ്, എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസ്. അഥവാ നമ്മൾ ജോലി ചെയ്യുന്ന പരിസരം, അവിടുത്തെ ആളുകൾ, അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ. സോ നിങ്ങളുടെ ആ ചുറ്റുപാട്, ജോലി ചെയ്യുന്ന ആ ചുറ്റുപാട് അധികം ശബ്ദവും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ടേബിൾ ക്ലീൻ ആക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമുള്ള രീതിയിൽ സിമ്പിളായിട്ട് ഓർഗനൈസ് ചെയ്യുക. ഏതൊരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരാളുടെ ടേബിൾ നോക്കിയിട്ട് അയാളുടെ സക്സസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ടേബിൾ നോക്കുമ്പോൾ അയാളുടെ ഡിസിപ്ലിൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അയാൾ ലൈഫിനെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു നേർചിത്രം ആ ടേബിൾ അയാൾ എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഈ ബില്യനേഴ്സിൻ്റെയും മില്യനേഴ്സിൻ്റെയും ടേബിൾ അവരെപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രം വെച്ച് സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട അടുത്തൊരു എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോണൊക്കെയാണ്, സോഷ്യൽ മീഡിയ. നമ്മളങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാം, അതിൽ നോട്ടിഫിക്കേഷൻസ് വരാം, അത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാം. സോ ഇതൊക്കെ സാധ്യത ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ചെയ്യുക. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടാം, ചിലപ്പോൾ ഇടയ്ക്കിടെ നമുക്ക് ഫോൺ നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ഫോണിലെ സോഷ്യൽ മീഡിയ പോലെ നമ്മുടെ ടൈം നശിപ്പിക്കുന്ന ആപ്സ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കളയാം തൽക്കാലത്തേക്ക്. ഇനി ഫോൺ അങ്ങനെ ഉപയോഗിക്കേണ്ട, കമ്പ്യൂട്ടർ മതി എന്നുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അധികം എത്താത്ത എവിടെയെങ്കിലും വല്ല ഷെൽഫിലോ റാക്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫോൺ എടുക്കാമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള രീതികളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ മാറ്റിയിട്ട് അനലോഗ് ഫോണിലേക്ക് മെയിൻ സിം ഇട്ടിട്ട് അത് നമ്മുടെ അടുത്ത് വെക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ നമുക്ക് നമ്മുടേതായ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ചൊക്കെ ചെയ്യാം. അടുത്തത് ആളുകളാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോക്കസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരും. അവർ ഗോസിപ്പും അതും ഇതൊക്കെ ആയിട്ട് വരും. വീട്ടിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ വീട്ടുകാരായിരിക്കാം, ജോലി സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം. സോ അവരോടൊക്കെ പറയാം, സോ ഞാൻ ഇനി ഒരു 2 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത്. അതുകൊണ്ട് ആരും കയറി വരരുത്, ശബ്ദമുണ്ടാക്കരുത്, അത് കഴിഞ്ഞ് ഞാൻ വരാലോ, നിങ്ങളടുത്തൊന്ന് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് സോപ്പിട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പോവാം. അടുത്തത് ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അനാവശ്യമായ ചിന്തകൾ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജോലി ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ ഫോക്കസ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കും നമ്മൾ. സോ ഇതൊക്കെ സോൾവ് ചെയ്യാം.
ഇതൊക്കെ സോൾവ് ചെയ്യാൻ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ വെറുതെ ചിന്തിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് തിരിച്ചറിയുക. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിനെന്താ ചെയ്യേണ്ടത് അത് ചെയ്യുക. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളാണ് അധികവും നമ്മൾ വെറുതെ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിയുന്നത്. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്? സ്റ്റോയിസം പറഞ്ഞതാണത്. സോ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം എന്താണോ അതൊക്കെ ചിന്തിക്കുക. നമുക്ക് എന്താണ് ഇന്ന് ചെയ്യാൻ കഴിയുക അതൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ സമയത്ത് ഇത് ചെയ്യുക, ആ സമയത്ത് അത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. ഇതൊക്കെ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി അത് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ കൂളാണ്. പിന്നെ ബ്രീത്തിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കാര്യമായിട്ടൊരു ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു 10 ദീർഘശ്വാസം എടുത്തതിന് ശേഷം ആ ജോലി ചെയ്യുക. നമ്മൾ എന്നും പഠിക്കുന്നതിന് മുൻപ് ഒരു 10 ദീർഘശ്വാസം എടുത്തതിന് ശേഷം പഠിക്കുന്നു എന്ന് വിചാരിക്കുക. അതൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ 10 ദീർഘശ്വാസം എടുക്കുമ്പോൾ തന്നെ ബ്രെയിനിന് മനസ്സിലാവും അറ്റൻഷൻ വേണ്ട ടൈമാണ്, ഇയാൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് ഫോക്കസ് ചെയ്യാന്ന്. അങ്ങനെ കൊടുത്ത് നമുക്ക് ബ്രെയിനിനെ പഠിപ്പിക്കാൻ പറ്റും. അടുത്ത ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് വിശപ്പ്, ദാഹം, വേദന, ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ജോലിയാണെന്ന് വിചാരിച്ചാൽ അതിനു മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, ദാഹത്തിന് ആവശ്യത്തിൽ വെള്ളം കുടിക്കുക, വല്ല മരുന്നും കാര്യങ്ങളും കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് നമ്മൾ റെഡി ആയിരിക്കുക. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസിനെ മാനേജ് ചെയ്താൽ തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്യുന്ന പരിപാടി അവോയ്ഡ് ചെയ്യുക, കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ഫോക്കസിന് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പഠനങ്ങളുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഡിജിറ്റലായ ഉപകരണങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രോമിസ് സ്വയം ചെയ്യുക. സോ ഒരു ഡിജിറ്റൽ ഡീടോക്സ് എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് ഡിജിറ്റലായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. പിന്നെ ഓരോ ആൾക്കാർക്കും ദിവസത്തിൽ ഓരോ ടൈമാവും അവരൊന്നും കൂടി ഓണായി നിൽക്കുന്ന ടൈം, എനർജറ്റിക് ആയി നിൽക്കുന്ന ടൈം. ആ ടൈം ഏതാണ് ഈ ദിവസത്തിൽ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് കണ്ടെത്തുക. ആ ടൈമുള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ട, ഏറ്റവും കൂടുതൽ ബുദ്ധി ചിലവാക്കേണ്ട ഏരിയ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂടും. ഇറ്റ്സ് മീ MK ചെയ്തേ.